ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് യുക്തിവാദികളുടെ നേതാവാണ്. ഞാൻ ഈ അടുത്ത് തൃശ്ശൂരിൽ നിന്ന് പെരുമ്പലാവ് പോകാതെ ഒരു ഷോർട്ട് കട്ട് റൂട്ടുണ്ട്, പേര് കിട്ടുന്നില്ല. അവിടെ ഒരു വാളിന് പോയപ്പോൾ ഭക്ഷണം കഴിച്ച വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് ഇന്ന് യുക്തിവാദികളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആരിഫിന്റെ പേര് പറയരുത്, എന്താന്ന് ചോദിച്ചു. ആരിഫ് ഡോക്ടറുടെ മഹല്ലാണിത്, അദ്ദേഹത്തിന്റെ മാമയാണ് ഞാൻ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട്, ഉസ്താദ് പറഞ്ഞോളി, പക്ഷെ പേര് പറയണ്ടെന്ന് പറഞ്ഞു. ഈ ആരിഫ് ഹുസൈൻ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്ന നിങ്ങൾ വായിച്ചോ? ഹൂറന്മാരില്ലാത്ത നാട്ടിലേക്ക് ജിഹാദിയായ എൻ്റെ ഉമ്മ കടന്നു പോയിരിക്കുന്നു. ആരിഫ് ഹുസൈൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഉമ്മാനെ ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ മുസ്ലിം ഉമ്മത്തിനെ അക്രമികൾ എന്ന അർത്ഥത്തിൽ വിളിക്കുന്ന പേരാണ് ജിഹാദി. ആരിഫ് ഹുസൈൻ്റെ ഉമ്മ അടിയുറച്ച മുസ്ലിമത്തായിരുന്നു, അതോടൊപ്പം സുന്നി ആദർശം ജീവിച്ച ഒരു സഹോദരിയാ. ഇങ്ങനെയുള്ള ഒരു നാസ്തികനെ, ഇങ്ങനെയുള്ള ഒരു യുക്തിവാദിയെ, അള്ളാഹുവിനെയും അവന്റെ പ്രവാചക പുങ്കവരെയും വിമർശിക്കുന്ന ഒരു മകനെ ഗർഭം ധരിച്ചതിൽ വളരെ ദുഃഖമുണ്ടായിരുന്നു ആ സ്ത്രീക്ക്. ആ സ്ത്രീയെ പറ്റി മകൻ എഴുതിയതാണ്, ഹൂറന്മാരില്ലാത്ത സ്വർഗത്തിലേക്ക് എൻ്റെ ഉമ്മ പോയി. ആരിഫിന് ഇപ്പോഴും സംശയമുണ്ട്, എന്താ സ്വർഗത്തിൽ ഹൂറികൾ മാത്രമേ ഉള്ളൂ, എന്താ ഹൂറികളായ ആണുങ്ങളില്ലാത്തത്, അതാ ഹൂറന്മാരെന്ന് പറഞ്ഞത്. സ്വന്തം ഉമ്മയെ പറ്റിയാണ് തെരുവത്ത് ഹാരിസ് ഇത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, കടുത്ത വിദ്വേഷവാദികൾക്ക്, സംഘികൾക്ക് ആരിഫ് ഹുസൈൻ്റെ ഓരോ വിമർശനങ്ങളും അവർക്ക് ചൂണ്ടുപലകയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ചില യുവാക്കൾ ചോദിക്കും, ദൈവം എവിടെ, അള്ളാഹു എവിടെ? അവർക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുത്താലേ അവർ വിശ്വസിക്കൂ. ഞാൻ ഈ അടുത്ത തഫ്സീർ ഇബ്നു കസീറിന്റെ 1-ാമത്തെ ജിൽദ് ഒന്ന് നോക്കാൻ തൗഫീക്ക് കിട്ടി. അവിടെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു ആറാബിയോട് ചോദിച്ചു, മദ്ദലീലു അലാ വുജൂദി റബ്ബി തബാറക വ തആല, അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവെന്താ? ആറാബി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കാട്ടറബി എന്ന് മലയാളത്തെ അർത്ഥം പറയും. അത് നീതിപരമാണെന്ന് എനിക്കറിയില്ല, അപരിഷ്കൃതനായ അറബി. എന്താ ദൈവം ഉണ്ടെന്നതിന് തെളിവ്, അള്ളാഹു ഉണ്ടെന്നതിന് തെളിവെന്താ? മദ്ദലീലു അലാ വുജൂദി റബ്ബി തബാറക വ തആല. അപ്പോ അറബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. നിനക്കൊരു വിവരവും ഇല്ലെന്നാ അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ വാഴ്ത്തുകയാ. സുബ്ഹാനല്ലാഹ്, എന്ത് ചോദ്യമാണ് ഇവിടെ നീ ചോദിക്കുന്നത്? എന്നിട്ട് ആറാബി പറഞ്ഞു, ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ വ ഇന്ന അസറൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ. എടോ, മരുഭൂമിയിൽ കിടക്കുന്ന ഒട്ടകത്തിന്റെ ചാണകമില്ലേ, അത് വിളിച്ചു പറയുന്നുണ്ട് ഇതിലെ ഒട്ടകം പോയിട്ടുണ്ട് എന്ന്. വ ഇന്ന അസറൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ, ഈ മരുഭൂമിയിൽ കാണപ്പെടുന്ന കാലടികൾ, കാൽപ്പാടുകൾ, ഇതിലെ കാഫില, ഒട്ടകക്കൂട്ടം, മനുഷ്യർ പോയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നു. ഇല്ലേ? ഉണ്ട്. എന്നിട്ട് അറാബി പറയുകയാണ്, വസമാഉൻ ദാതു അബ്റാജിൻ വഅർളുൻ ദാതു ഫിജാജിൻ വബിഹാറുൻ ദാതു അംവാജിൻ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ. രാശികളുള്ള ആകാശം, പാതകളുള്ള മലകൾ, ഭൂമികൾ, അതുപോലെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സാഗരങ്ങൾ, ഇതെല്ലാം വിളിച്ചു പറയുന്നു ഈ പ്രപഞ്ചത്തിന് ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന്. ഹാഫിദ് ഇബ്നു കസീർ, ഇമാദുദ്ദീൻ ഇബ്നു കസീർ എന്ന് പറയുന്ന മുഫസ്സിർ അവരുടെ തഫ്സീറിൽ കൊടുത്ത വാക്കുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുറെ ആരിഫ് ഹുസൈൻ അതുപോലെ പലരും ഇറങ്ങിയിട്ടുണ്ട്, എക്സ് മുസ്ലിം എന്ന, മുൻ മുസ്ലിം യുക്തിവാദികളെന്ന് അവർ പറയുന്നു. അവർക്ക് യുക്തിയില്ല. യുക്തി ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ കണ്ടെത്തുമല്ലോ.
കണ്ടെത്തുകയല്ലേ? വഫീ കുല്ലി ഷൈഇൻ ലഹു ആയതു തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ സമസ്ത കണികകളിലുമുണ്ട് വഫീ കുല്ലി ഷൈഇൻ ലഹു ആയതു, അല്ലാഹുവിന് ദൃഷ്ടാന്തമുണ്ട്. തദുല്ലു അലാ അന്നഹു വാഹിദു, എല്ലാം വിളിച്ചു പറയുന്നത് അവൻ ഏകനാണ്. ഭൂമിയിലെ സോളാർ സിസ്റ്റത്തിലെ ഭൂമി എന്ന ഗ്രഹത്തിലെ ഒരു മണൽത്തരി മുതൽ സൗരയൂഥത്തിലെ ഭീമനായ വ്യാഴം എന്ന ഗ്രഹം വരെ വിളിച്ചു പറയുന്നത് അലാ അന്നഹു വാഹിദു, അല്ലാഹു ഏകനാകുന്നു എന്നാണ്. അല്ലാഹു തആല പടച്ചവൻ ഹിദായത്ത് കൊടുക്കട്ടെ. ആർക്ക്? യുക്തിവാദികൾക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. പക്ഷേ പണ്ടൊരു ചേകന്നൂരായിരുന്നെങ്കിൽ ഇന്ന് നൂറുകണക്കിന് ചേകന്നൂരുമാര് വിലസിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ, അല്ലേ? ഹബീബായ റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാദിറൂ ബിൽ അഅമാലി ഫിതനാ. യുവാക്കളെ, റജബ് കഴിഞ്ഞു പോയി, ശഅബാൻ നമ്മിലേക്ക് വന്നു. ഈ സമയത്ത് ഈ ഹദീസ് നാം ചിന്തിക്കണേ. ബാദിറൂ ബിൽ അഅമാൽ, അമലുകൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് നിങ്ങൾ വേഗത കാണിക്കണം. ഫിതന, ഇനി വരാൻ പോകുന്ന കാലഘട്ടം സംഘർഷങ്ങൾ നിറഞ്ഞതായിരിക്കും, ഫിത്നകൾ നിറഞ്ഞതായിരിക്കും. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹുർ റജുലു മുഅ്മിനാ വയുംസി കാഫിറാ. യുസ്ബിഹുർ റജുലു മുഅ്മിനാ, ഒരാൾ രാവിലെ വിശ്വാസിയായിരിക്കും, വയുംസി കാഫിറ, സായം സന്ധ്യയിലെത്തുമ്പോ അവൻ നാസ്തികനായി അവിശ്വാസിയായി മാറിയിട്ടുണ്ടാവും. കണ്ടില്ലേ? രാവിലെ മുഅ്മിൻ, വൈകിട്ട് കാഫിർ, മതനിഷേധി, അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്താ സദസ്സിൽ വെളിച്ചമില്ലാത്തത്? അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂറല്ലേ? അപ്പൊ ഞാൻ ഓർത്ത് പടച്ചവനെ എന്താ ഇത് ളുലുമാത്തൊക്കെ ഇവിടെ പടർന്നോ? മാഷാ അല്ലാഹ്, നൂറ് വന്നു അല്ലേ? നൂറുൻ അലാ നൂർ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത പ്രഭാതത്തിൽ അവൻ സത്യനിഷേധിയായിരിക്കും, അന്നത്തെ സായം സന്ധ്യയിൽ അവൻ മുഅ്മിനായി മാറും. ദുനിയാവിന്റെ ചരക്കുകൾക്ക് പകരം തന്റെ ആദർശത്തെ അവൻ വിൽക്കും. ഇത് നിങ്ങൾക്ക് കാണാം ഭാവിയിൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം പറയട്ടെ, ഒരു ഹിക്കായത്ത്. അത് ഞാൻ കണ്ടത് നുസ്ഹത്തുൻ നാളിരീനിലാണ്. നമ്മുടെ സ്ത്രീകൾക്ക് കഥയൊക്കെ ഇഷ്ടമാണ്. സബുവാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബറക്കല്ലാഹു ഫി സഫരി. ഞാനും മുഹമ്മദ് കുഞ്ഞ് സക്കാഫിയും ഒരു 22 വർഷം മുമ്പ് കായംകുളം ടൗണിൽ ഭയങ്കര ജനങ്ങളാണ്. ആ ഡെൻമാർക്ക് വിഷയം ഉണ്ടായില്ലേ, മുത്തുനബിയെ പറ്റി കാർട്ടൂൺ എഴുതിയ അന്ന് 2 മുഖ്യ പ്രഭാഷകരാണ് ഞാനും മുഹമ്മദ് കുഞ്ഞ് സക്കാഫി ഉസ്താദ്. അല്ലാഹു തആല പടച്ചവൻ ബഹുമാനപ്പെട്ടവരുടെ സ്ഥാപനം, ദറസ്, നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഖാദിസിയ അല്ലേ, അല്ലാഹു തആല ആ സ്ഥാപനം പടച്ചവൻ നിലനിർത്തട്ടെ. കേരള യാത്ര കോട്ടയത്ത് വന്നപ്പോൾ തിരുനക്കര മൈതാനത്ത് എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ഞാൻ സമസ്തയുടെ കോട്ടയം ജില്ലാ ഉപാധ്യക്ഷനാണ്. ഞാൻ പോയി പ്രസംഗിച്ചു. 2ാമത്തെ ദിവസം എന്നെ പുറത്താക്കി. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ഞാൻ ഉദ്ദേശിക്കുന്ന ആയത്തുകളും ഹദീസുകളും പറയാനുള്ള സമയമില്ല ഇവിടെ. എനിക്ക് കിട്ടുന്ന 5-6 മിനിറ്റിൽ ഞാനൊരു പ്രസംഗം തല്ലിക്കൂട്ടണം. ഞാൻ അവിടെ ഇരുന്ന് 2ാമത്തെ നിരയിൽ ഇരുന്ന്, 1ാമത്തെ നിരയിൽ AP ഉസ്താദും ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും
ജമലുല്ലയിൽ തങ്ങളും ഒക്കെ ഇരിക്കുന്നു. രണ്ടാമത്തെ നിരയിൽ ഇരുന്ന് ഞാൻ ഒറ്റ ദുആ, റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി. അതിൻ്റെ നതീജയാണ് നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ആ 7 മിനിറ്റ് പ്രസംഗം. അൽഹംദുലില്ലാ, ഞങ്ങളുടെ കോട്ടയത്ത് ഒന്നുമില്ല കാര്യമായിട്ട്. താഴത്തങ്ങാടി പള്ളിയുണ്ട്, മരം കൊണ്ടുണ്ടാക്കിയ പള്ളി, ആദ്യത്തെ പള്ളി. ഞാൻ അതുകൊണ്ടാണ് ഹൃദ്യമായിട്ട് എ.പി. ഉസ്താദിനോടും പേരോട് ഉസ്താദിനോടും ഖലീൽ തങ്ങളോട് ഒരു അഭ്യർത്ഥന, റിക്വസ്റ്റ് നടത്തിയത്. ഞങ്ങൾക്കൊരു നോളേജ് സിറ്റി തന്നാൽ വളരെ ഉപകാരം കോട്ടയത്തിനെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യൂലേ? ഞങ്ങൾക്കൊരു നോളേജ് സിറ്റി വേണം കോട്ടയത്തിന്. എല്ലാം മലബാറിൽ ആയിട്ട്, മലബാറിലല്ലല്ലോ കൊണ്ടുവരേണ്ടത്, ഞങ്ങൾക്ക് അങ്ങ് തെക്കോട്ടൊന്നുമില്ല. അപ്പൊ ചിലർ വിമർശിക്കുന്നുണ്ട്, നമ്മുടെ കോട്ടയം ജില്ലയുടെ ഇസ്സത്ത് പോയില്ലേ, ഷമ്മാസ് ഉസ്താദ് അങ്ങനെ പറഞ്ഞ എന്തിനാ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആ ആഗ്രഹം പടച്ചോ നടപ്പിലാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അഖ്ൽ, ബുദ്ധി അല്ലേ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, സൂറത്തു ദാരിയാത്ത്. നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനും വുജൂദിനും തെളിവുണ്ടല്ലോ. അലാ ഇന്നമൽ ഇൻസാനു അസ്ഗാറു ആലമീ വ ഉൻമൂദജുൽ അക്വാനി ഫിഹി ബിജുംലതി. അറിയണം, മനുഷ്യൻ ആരാ? മനുഷ്യൻ. അലാ ഇന്നമൽ ഇൻസാനു അസ്ഗാറു ആലമീ, ഈ ലോകത്തിന്റെ ചെറിയൊരു പതിപ്പാണടോ മനുഷ്യൻ. വ ഉൻമൂദജുൽ അക്വാനി ഫീഹി ബിജുംലതി, ഈ പ്രപഞ്ചത്തിന്റെ ഒരു മാപ്പ് നിന്റെ ശരീരത്തിൽ കാണാം. ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, ഒരാണി ഉണ്ടാക്കാനുള്ള അയേൺ, എല്ലാം മനുഷ്യ ശരീരത്തിലുണ്ട് അല്ലേ? ശുജാഇ മൊയ്തു മുസ്ലിയാരെ പറ്റി കേട്ടിട്ടില്ലേ? മഹാനായ പണ്ഡിതൻ, മഹാനായ സൂഫി വര്യൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ ശുജാഇ മൊയ്തു മുസ്ലിയാർ. അള്ളാഹു തആല ബഹുമാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചോ നമുക്ക് ദീർഘായുസ്സും ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ. പൊട്ടാ നീ മുൻതുള്ളി പിൻ ചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നൊരു കൊട്ട. ഓടുന്നു ഗോഡ ഇടവാലം 2, ഓരോരോ സാഅത്തിൽ മാറ്റങ്ങളുണ്ട്. ഇത് മൊത്തം എൻ്റെ ഭാര്യയ്ക്ക് കാണാപ്പാടോ, ഹാഫലത്ത. താഴ്വാട എല്ലാം അറിയാം. മൊഹിദ്ദിമാല മൊത്തം എൻ്റെ ഭാര്യ പഠിച്ചു വെച്ചിരിക്കുക. മൊഹിദ്ദിമാല എനിക്ക് വാഴത്തുണ്ടാക്കി പൊണ്ടാട്ടി ചോദിക്കും, ഞങ്ങളുടെ നാട്ടില് ഹസ്ബൻഡിനെ വിളിക്കുന്ന ഇക്കാന്ന അല്ലേ? ഈ നവാസ് ഉസ്താദിന്റെ കൊല്ലത്തെങ്ങനെയാന്ന് എനിക്കറിയില്ല, മച്ചാനെന്നാണോ? മച്ചാനെന്നോ പുതിയാപ്പളെന്നോ. ഇന്നെന്താ സബ്ജക്റ്റ് എന്ന് ചോദിക്കും ഭാര്യ. എന്നിട്ട് ആ സബ്ജക്റ്റ് പറഞ്ഞു കൊടുത്താൽ ഒരു 5-6 വരി ഇങ്ങോട്ട് ഉടനെ പാടുകയാ. ഞാൻ പറഞ്ഞു, നിനക്ക് നല്ല മെമ്മറി ഉണ്ട്, നീ ആ ഖുർആനും കൂടെ എടുത്ത് പഠിച്ചാൽ ഹാഫിളത്ത് കൂടെ ആവും. അൽഹംദുലില്ലാ, എൻ്റെ വീട്ടിൽ ഒരു ഹാഫിളത്തുണ്ട്, എൻ്റെ അനുജന്റെ ഭാര്യ. എൻ്റെ വേറൊരു ആലിമായ അനുജനുണ്ട്, സവാദ് ഹസനി എന്ന് പറയും, ഉംറയ്ക്ക് കൊണ്ടുപോക്ക. അദ്ദേഹത്തിന്റെ മകൾ സക്കിയ രാവിലെ 7:30 മണിക്ക് ഖുർആൻ ഓതാൻ ഇരുന്നു. എൻ്റെ ഉമ്മ തൊട്ടടുത്ത് കസേരയിൽ ഇരിക്കുക. മഗ്രിബ് കഴിഞ്ഞ് 7:30 ആയപ്പോൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഒരു തെറ്റുമില്ല, ഒരു ഖതഉമില്ല. അവാർഡ് കൊടുക്കണ്ടേ അവൾക്ക്? കൊടുക്കണ്ടേ? മാഷാ അല്ലാ, ഒരൊറ്റ ഇരിപ്പിൽ ഇടയ്ക്ക് ഫർള് നിസ്കരിക്കാൻ മാത്രം പോയി. എൻ്റെ ഉമ്മ സാക്ഷിയാണ്. അല്ലാഹു തആല 82 വയസ്സുള്ള, നടക്കാൻ ഇപ്പോൾ വിഷമിക്കുന്ന എൻ്റെ മാതാവിന് ബഹുമാനപ്പെട്ട ഈ ദർസിൻ്റെയും ഈ സദസ്സിൻ്റെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പടച്ചോ നൽകട്ടെ.